എടുത്തു പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ബാഹുബലിയുടെ മൂന്നാം ഭാഗമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ചേർന്ന് നിൽക്കുന്ന ആ കുരിശാനായിരുന്നു. നീ കുരിശാണ് തെളിയിച്ചത്, റിയൽ കുരിശാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ടീമിന്റെ ഒരു ഒറ്റടക്കം അവിടെ കാണാൻ സാധിച്ചു, ടീമിലെ എല്ലാവരും കൂടെ ചേർന്നപ്പോൾ. പക്ഷേ മോഹൻലാൽ നിന്നാൽ മോഹൻലാലിനെ മാത്രമേ നോക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ ഡ്രസ് ഊരിനുകൊണ്ട് നോക്കിയതല്ല, മറിച്ച് നീ നല്ല രീതിയിൽ തന്നെ അതിനെ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. സീരിയസ് ആയിട്ട് തന്നെ ആർട്ട് ഫോർ ആർട്ട് സേക്ക് നല്ലൊരു കൈയടിക്ക് അർഹമാണ്. നിങ്ങളുടെ ടീം നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നീട് വന്ന ടീമായിരുന്നു റിയലി ഒരു ചിത്രം, ഒരു വരച്ചു വച്ച ചിത്രം പോലെ മനോഹരമായിരുന്നു നിങ്ങളുടെ പ്രസന്റേഷൻ. എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നി. ആരാണ് ആർട്ട് വർക്കിന്റെ പുറകിൽ? ഓ, ആ എളിമ, മോളുടെ വീട്ടിൽ എളിമക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇത്ര എളിമ ഞാൻ രണ്ടുപേരൊക്കെ കണ്ടിട്ടുള്ളൂ. ഒന്ന് മോള്, രണ്ടാമത് എന്റെ പേര് പറയുന്നത് എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. പിന്നെ അടുത്ത പ്രസന്റ് ചെയ്ത ടീം, യെസ്, ശരിക്കും കുരിശുമരണം നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈശോനെ കണ്ടപ്പോൾ ശരിക്കും ജനിച്ച് അന്ന് തന്നെ കൊണ്ടുപോയിട്ട് കുരിശ് തറച്ച പോലെ ഫീൽ ചെയ്തു. ജനിച്ച് അന്ന് തന്നെ കുരിശി കൊണ്ടുപോയി തറച്ചു. ഞാൻ അച്ഛനോട് പറയായിരുന്നു, വിലാപയാത്രയ്ക്ക് അവൻ ഷർട്ട് ഊരി, കുരിശുമരണം ആകുമ്പോ എന്താവും ഉണ്ടാകുന്നത്.